ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോവത്തെ പ്രസിഡന്റ് ട്രംപ് പുറത്താക്കിയതിൽ കണ്ണീരൊഴുക്കുന്ന ആരെയും കണ്ടില്ല. എല്ലാവരും പൊതുവിൽ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഐസ് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ അതിന് ഇവർ നേതൃത്വം നൽകുന്നത്, അതിൻ്റെ മൊത്തം ആ പ്രതിച്ഛായ ഇതെല്ലാം അവർക്ക് ദോഷകരമായി ഭാവിച്ചു. അങ്ങനെ ആ സ്ഥാനത്ത് നിന്ന് അവർ ഒഴിവായി. പിന്നെ അവരെ ഒഴിവാക്കി. പകരം അവരോട് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെയാണ് പ്രസിഡന്റ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം പുറത്തറിയിക്കുന്നത്. പകരം ഓക്ലഹോമയിൽ നിന്നുള്ള സെനറ്റർ മാർക്ക് വെയിൻ മല്ലിനെ നിയമിക്കുകയും ചെയ്തു. അത് ഈ മാസം 31 അദ്ദേഹം ചാർജ് എടുക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്ക് ജോലി പോകുന്നതിൽ നമ്മളങ്ങനെ സന്തോഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ക്രിസ്റ്റീനോവും ആയതുകൊണ്ടാവാം ജനമെല്ലാം സന്തോഷിക്കുന്നു. എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇതുകൊണ്ട് മാത്രം പോരാ, ആ ഐസിൻ്റെ നടപടികളിലും നിലപാടുകളിലും മാറ്റം വരണം. അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഈ രീതിയിലല്ല പെരുമാറേണ്ടത് എന്നാണ് ചക്ക് ഷൂമർ അടക്കമുള്ള സെനറ്റർമാരും മറ്റ് കോൺഗ്രസ് അംഗങ്ങളും പറയുന്നത്. അത് വളരെ ശരി തന്നെ. ഒരു അൺഅമേരിക്കൻ ആയിട്ടുള്ള രീതിയിൽ ആളുകളെ ഓടിച്ചിട്ട് ഈ വേട്ടയാടി പിടിക്കുന്ന ഒരു സമീപനം അത് ശരിയാണോ? ഏതെങ്കിലും ഒരു പരിഷ്കൃത രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യമാണോ? ആളുകളെ വേട്ടയാടുന്ന, ഈ കാട്ടിലൊക്കെയാണ് നമ്മൾ ആളുകളെ വേട്ടയാടുന്നത് കാണുന്നത്. ഇത് ഓടിച്ചിട്ട് മൃഗങ്ങളൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്നത് പോലെ ഈ ഇല്ലീഗലായിട്ട് ഇവിടെ താമസിക്കുന്നുള്ളതിൻ്റെ പേരിൽ മാത്രമല്ല, അത് കുറ്റകൃത്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് ദ്രോഹമായിട്ട് എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തതിൻ്റെ പേരിലല്ല. അപ്പോൾ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ഇല്ലീഗലായിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ അതൊരു സിവിൽ ഒഫൻസാണ്. അതിന് പകരം അതിനൊരു വലിയൊരു ക്രിമിനൽ കുറ്റമാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവണം. ഇവരുടെ നേതൃത്വം അതിന് ഇവർ പറയുന്ന ന്യായം പ്രസിഡൻറ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റീഫൻ മില്ലറുടെയും ഒക്കെ അനുവാദത്തോടുകൂടി അവരുടെ നയമാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള അതിശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ അതിൻ്റെ വരുംവരായികളെപ്പറ്റി അവർ വേണ്ടത്ര ചിന്തിച്ചോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. എല്ലാത്തിനെയും ഇപ്പം ഈ മിനസോട്ടയിൽ 2 അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ഇവർ പറഞ്ഞത് ഇവർ ആഭ്യന്തര ടെററിസ്റ്റാണ്, ഡൊമസ്റ്റിക് ടെററിസ്റ്റ്. അങ്ങനെയാണോ വിശദീകരിക്കേണ്ടത്? പോലീസിൻ്റെ അല്ലെങ്കിൽ ഈ ഐസിൻ്റെ ആക്രമണത്തിൽ അവർ കൊല്ലപ്പെട്ടപ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയും അവരുടെ പ്രതിച്ഛായയെ തന്നെ മോശമാക്കുന്ന രീതിയിലാണ് പെരുമാറിയത്. അപ്പോൾ അതിന് തിരിച്ച് ഫലവുമുണ്ടായി. അപ്പോൾ നാനാഭാഗത്തു നിന്നുള്ള എതിർപ്പുണ്ടായി. ആ എതിർപ്പിൻ്റെ എല്ലാം ഒരു പ്രതിഫലനമാണ് ഈ പുറത്താക്കലിന് പിന്നിലെന്നാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ടല്ല പുറത്താക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇവർ കോൺഗ്രസ്സിൽ നടത്തിയ 2 ടെസ്റ്റ് മണിയിൽ 2 കാര്യങ്ങൾ ഇവർ പറഞ്ഞു. ഒന്ന്, ഇവർ ഏതാണ്ട് 220 മില്യൺ രൂപ ഡോളർ മുടക്കി ഒരു പരസ്യ പരിപാടി നടത്തി. ഈ ഐസിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയായിരുന്നു ആ പരസ്യം. ആ പരസ്യത്തിൽ അതിൻ്റെ നായിക ഇവർ തന്നെ. അപ്പോൾ ആ പരസ്യം ഉണ്ടാക്കാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ മുൻ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട ആർക്കുമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ പരസ്യം ഇവരുടെ ഇമേജ് വർദ്ധിപ്പിക്കാനാണെന്നും ആ പരസ്യത്തിന് ഒരുപാട് പണം ചെലവഴിച്ചു എന്നും പറഞ്ഞ ആരോപണം ഉയർന്നു. അപ്പോൾ ഇവർ പറഞ്ഞത് പ്രസിഡൻറ്റിൻ്റെ അറിവോടുകൂടിയാണ് അത് ചെയ്തതെന്നാണ്. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയൊന്നും അല്ല ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു ദോഷമായി. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ചോദ്യം ചെയ്യലിനിടയ്ക്ക് അവരുടെ ഭർത്താവ് ബ്രയൻ നോവും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ആരോ ചോദിച്ചത്. പക്ഷേ ഈ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പോയിരുന്നു എന്ന് തോന്നുന്നു. ഇങ്ങനെ ഇവരുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന കോറി ലുവാൻഡോവിസ്കി എന്ന് പറഞ്ഞൊരു കക്ഷിയുമായിട്ട് അങ്ങേരുമായിട്ടുള്ള ലൈംഗിക ബന്ധം നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. പോയിന്റ് ബ്ലാങ്കായിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അവരുമായിട്ട് സെക്സ്വൽ റിലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് അതൊരു ഗാർബേജ് ചോദ്യമാണ്, വെറും തറ ചോദ്യമാണിത്. ഇങ്ങനെയുള്ള ഇതൊരു ടാബ്ലോയിഡ് പത്രപ്രവർത്തനം അവർ നടത്തുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ട് അപ്പോൾ ആ സെനറ്ററി ചോദിച്ചാൽ അതിന് യെസ് ഓർ നോ എന്ന് പറയാൻ എന്താണ് മടി? ഒരു നോ പറയുന്നതിന് എന്താണ് മറുപടി? പക്ഷേ അവരത് പറയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം ആ പരസ്യമായിട്ട് സമ്മതിക്കേണ്ട ഒരു സ്ഥിതി വന്നു. അപ്പോൾ ആ എന്തൊരു ദുഃഖകരമായ കാര്യമാണ്. അപ്പോൾ അത് അവരുടെ പ്രതിച്ഛായ കുറച്ചുകൂടെ ഇടിക്കുന്നതിനും കാരണമായി. ഇതിലേറ്റവും തമാശയായിട്ട് പറയുന്നത് അവരുടെ ഭർത്താവിനും ഇതൊക്കെ അറിയാവുന്നെങ്കിലും 20 വർഷമായിട്ടും അദ്ദേഹം ഇവരെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇവരെ വിട്ടുപോവുകയോ ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഫെയ്ത്ത്, വിശ്വാസം അനുസരിച്ച് അങ്ങനെ ഭാര്യയെ ഉപേക്ഷിക്കുന്നതൊക്കെ ഒരു മോശമാണെന്ന്, തെറ്റാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. എത്രയോ നല്ലൊരു കാര്യം. അദ്ദേഹം അങ്ങനെയുള്ള സൗമ്യശീലനായ ഒരു വ്യക്തിയാണെങ്കിൽ ഇവർ കഷ്ടം തന്നെയാണിത്. എന്തായാലും ഇവർ നേരത്തെ സൗത്ത് ഡക്കോട്ട ഗവർണറായിരുന്നു. അന്ന് നമുക്കറിയാം ഒരു പട്ടി പ്രശ്നക്കാരായ ഒരു പട്ടിയെ
ഇവർ പിന്നെ ഒരു കുഴിയിൽ ഇറക്കി നിർത്തിയിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, നിവൃത്തികേട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കടുത്ത നടപടികൾ എടുക്കും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലപാട് എടുക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ പൊതുവിൽ ഒരു അഭിപ്രായ വ്യത്യാസം നാനാഭാഗത്തു നിന്നും. അതിൻ്റെ കൂടെയാണ് ഈ ഇമ്മിഗ്രേഷൻ കാര്യം ആരെ ഏൽപ്പിച്ചാലും അവർ എല്ലാം പരാജയത്തിലോ അല്ലെങ്കിൽ പ്രശ്നത്തിലോ ചെന്ന് ചാടുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇമ്മിഗ്രേഷൻ പ്രശ്നത്തിൽ അനധികൃത കുടിയേറ്റ വിഷയത്തിൽ അതിൻ്റെ മേധാവിയായിട്ട് അന്നത്തെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ നിയമിച്ചു. അവർ ഒരു കാര്യവും ചെയ്തില്ല, അവർക്കൊരു കാര്യം ചെയ്യാനും കഴിഞ്ഞില്ല. അപ്പോൾ അവർക്കെതിരെ ഏറ്റവും വലിയ ആക്ഷേപം ഉയരുന്നതിനും അത് കാരണമായി. അപ്പം ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അവർ പിന്നെ ഏൽപ്പിച്ചത്. അവർ പരാജയപ്പെടുന്ന കാണാൻ വേണ്ടി മറ്റുള്ളവർ ഒപ്പിച്ച് കൂട്ടിയ ഒരു കാര്യമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്രാവശ്യവും ക്രിസ്റ്റി നോവും അവിടെ പരാജയപ്പെട്ടതാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പം വരാൻ പോകുന്ന സെക്രട്ടറി എങ്ങനെയാണെന്നാണ് നമുക്കിനി കാണേണ്ടിയിരിക്കുന്നത്.